ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് കഴിക്കാൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് ദോശയ്ക്ക് പറ്റിയൊരു കറി ഉണ്ടാക്കണം. വേറൊന്നുമല്ല, ഞാൻ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക്, കൊച്ചുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്ര റെഡിയാക്കി കഴിയുമ്പോൾ അടുത്തതും കൂടെ നമുക്ക് കാണണ്ടേ. അപ്പോൾ അതിന് തേങ്ങാക്കൊത്ത കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് കഴിഞ്ഞാൽ പിന്നെ കടലയ്ക്കകത്ത് ഞാനാണെങ്കിൽ നമ്മുടെ സവോളയും പിന്നെ കാന്താരിയും കൂടി ഇട്ട് ഞാൻ നല്ല രീതിയിൽ അത് വേവിച്ചു കേട്ടോ. പിന്നെ അത് വേവിച്ച് അത് ആറിക്കഴിഞ്ഞപ്പോൾ ഈ ശകലം കടല എടുത്തിട്ട് ഞാൻ മിക്സിക്കകത്തിട്ട് അരച്ചതാണ് കേട്ടോ. അത് നല്ല കുറുക്ക് കിട്ടാനായിട്ട്, അത് കറി നല്ലതായിട്ട് കുറുക്കി കിട്ടും, അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ശകലം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കും കേട്ടോ. കടുക് നല്ല പടക്കോ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടിയ ശേഷം അതിനകത്തൊരു കൊച്ചുള്ളി ഇട്ട് കൊടുക്കും കേട്ടോ. ആ കൊച്ചുള്ളിയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വഴറ്റി കൊടുത്തു. അതൊരു ശകലം അതിൻ്റെ ഒരു എന്താ പറയുക, കളർ വ്യത്യാസം വരുന്ന സമയമാകുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി അല്ലല്ലോ വെളുത്തുള്ളിയും കൂടി ചേർക്കുക. വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലേക്കാണെങ്കിൽ വായുവൊക്കെ കമ്പിക്കുന്നവർക്കൊക്കെ വെളുത്തുള്ളി നല്ല കേട്ടോ. അതിന് വേണ്ടി ഞാൻ വെളുത്തുള്ളിയും ചേർക്കും കേട്ടോ. പിന്നെ വെളുത്തുള്ളി കഴിയുമ്പോൾ അടുത്ത ഞാൻ ചേർക്കുന്നത് പറഞ്ഞാൽ പച്ചമുളകാണ്. പച്ചമുളകും ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നേരെ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളകും വഴറ്റുക കേട്ടോ. ഈ വറ്റൽമുളകും കൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ചെയ്യുന്നത് എന്താണെന്നറിയോ, കറിവേപ്പില. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ട് വഴറ്റുക കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കത്തില്ല. തേങ്ങാക്കൊത്ത് എനിക്ക് ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റാനായിട്ട് താല്പര്യമില്ല, കടിക്കാൻ കിട്ടണം എനിക്ക്. ആ രീതിയിലാണ് ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസ് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ശകല മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത്രയും ഇട്ട് നല്ല രീതിയിൽ ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. തുള്ളി പോലും വെള്ളം തൊടാതെ ആദ്യം തന്നെ വഴറ്റി എടുത്തതിന് ശേഷം ആ എണ്ണ തെളിഞ്ഞ് വരുന്നെന്ന് കാണുന്ന ടൈമിൽ തന്നെ ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ അത് നീട്ടിയെടുക്കുക. അങ്ങനെ കടലയ്ക്ക് ചാറ് വേണ്ട രീതി അത് നീട്ടിയെടുത്ത് ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മുടെ കടല കുടഞ്ഞിട്ട് കൊടുക്കുക. കടല കുടഞ്ഞിട്ട് കൊടുത്ത് കടല നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ കുറുക്കി വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ, കടല തന്നെ അരച്ച് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക. അന്നേരം തന്നെ കറി നല്ല കുറുക്ക് കിട്ടിയത് കണ്ടോ. പക്ഷേ എനിക്ക് ഇത്രയും കുറുക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ ശകലം കൂടെ വെള്ളം ഒഴിച്ച് നീട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തതിന് ശേഷം നേരെ അതിനകത്തോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതി ആ ഒന്നും കൂടെ യോജിപ്പിച്ചിട്ട് അത് മൂടി വെച്ച് നല്ല തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതെല്ലാം സംയോജിച്ച് വരുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ഉപ്പ് നോക്കുക, ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. ഉപ്പ് പാകമാണെങ്കിൽ നമുക്കത് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പം നല്ല ദോശയുടെ കൂടെ ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വാങ്ങുന്നു. ഓക്കെ, ബൈ.